നമസ്കാരം, എല്ലാവർക്കും അലിഗ്രോ മാത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ ഇന്ന് നമ്മൾ ഒരു പുതിയ ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾജിബ്ര എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മുടെ RRB എക്സാമിന് വേണ്ടിയിട്ടുള്ള ഓൾജിബ്ര എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കുന്നത്. ഇനി നിങ്ങൾ ചോദിക്കും, ട്രിഗണോമെട്രി പാതി വഴിയിലായോ? ഇല്ല, നമ്മൾ ട്രിഗണോമെട്രിയുടെ ഒരു 6 പാർട്ടുകൾ നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി അങ്ങോട്ട് നമ്മൾ ഓൾജിബ്രയും ട്രിഗണോമെട്രിയും മിക്സ് ചെയ്തായിരിക്കും പോകുക. ഓൾട്ടർനേറ്റീവ് ആയിട്ടായിരിക്കും ക്ലാസ്സുകൾ വരിക. അപ്പോ എന്തായാലും നമ്മൾ ട്രിഗണോമെട്രി പഠിച്ചു തീർക്കും. അതിനോടൊപ്പം അതിന്റെ കൂടെ നമ്മൾ എന്തും കൂടെ പഠിക്കും, ഓൾജിബ്ര കൂടെ പഠിക്കും. കാരണം നിങ്ങൾക്കറിയാം, അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ് ഓൾജിബ്ര. കുറെ അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പോഴേ ഇത്രയും കാര്യങ്ങൾ, കുഞ്ഞു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോയാലും നമുക്ക് എക്സാമിന് മുമ്പേ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോ ഇന്നത്തെ ക്ലാസ് ഓൾജിബ്രയാണ്. വെരി ബേസ്, ഫ്രം ദ ബേസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പഠിച്ചു പോകും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓൾജിബ്ര പാർട്ട് 1. ഓക്കെ, ശരി. അപ്പോ ഇതിനകത്ത് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഐഡന്റിറ്റീസ് ഉണ്ട്. ഓൾജിബ്രയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബേസിക് ആയിട്ട് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഐഡന്റിറ്റീസ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഐഡന്റിറ്റീസ് എന്ന് പറയാം, നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എങ്ങനെ പഠിച്ചോ ആ കണക്കിന് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം. ഈ ഐഡന്റിറ്റീസ്, അതിന്റെ വകഭേദങ്ങളെല്ലാം നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചോ ആ കണക്ക് നമ്മൾ പഠിച്ച് സെറ്റ് ആക്കണം. അങ്ങനെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കണം. ആ രീതിയിൽ നമ്മൾ എന്തെങ്കിലും പഠിച്ചു. ഇനി ഇതിനകത്ത് കുറെ അധികം കാര്യങ്ങളിനകത്ത് ഷോർട്ട് കട്ടുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഷോർട്ട് കട്ട് വെച്ച് തന്നെ ആയിരിക്കും പഠിക്കാൻ പോകും. ഇനി ഈ പറയുന്ന ഐഡന്റിറ്റീസ് വെച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് വേറെ വഴിയില്ല, നമ്മൾ നേരായ സ്റ്റെപ്പുകളിൽ തന്നെ ചെയ്യേണ്ടി വരും. അത് നമ്മൾ നേരായ സ്റ്റെപ്പിൽ തന്നെ പഠിക്കും. എന്തൊക്കെയായിരുന്നാലും ആദ്യം നമ്മൾ ഫ്രം ദ ബേസ്, അല്ലെങ്കിൽ ഫ്രം ദ ബേസ് നമ്മൾ എന്തെങ്കിലും അറിഞ്ഞിരിക്കണം, ഐഡന്റിറ്റി, ബേസിക് ഐഡന്റിറ്റീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ശരി, പറയാം എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ. ആദ്യത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സിനിമകളിലും പരസ്യങ്ങളിലും എല്ലാം നമ്മൾ കാണുന്നതാണ് a+b ഹോൾ സ്ക്വയർ. a+b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ a-b ഹോൾ സ്ക്വയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ. അപ്പൊ a+b ഹോൾ സ്ക്വയർ, a മൈനസ് b സ്ക്വയർ. അതേപോലെ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടതാണ് a സ്ക്വയർ മൈനസ് b സ്ക്വയർ. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് അറിയാം, നമ്മൾ ട്രിഗണോമെട്രിയിലെല്ലാം ഇടയിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? a പ്ലസ് b ഇൻറ്റു a മൈനസ് b എന്നാണ്. a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന് പറഞ്ഞാൽ a പ്ലസ് b ഇൻറ്റു a മൈനസ് b. ഇനി ഇതിന്റെ എല്ലാം ക്യൂബ് നമ്മൾ പഠിക്കണം. ക്യൂബ് പറയാം. അതായത് നമുക്ക് ഇങ്ങനെ പറയാം, a പ്ലസ് ബി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ a ക്യൂബ് പ്ലസ് 3a സ്ക്വയർ b പ്ലസ് 3ab സ്ക്വയർ പ്ലസ് b ക്യൂബ് എന്നാണ്. സെറ്റ് അല്ലേ? പഠിക്കേണ്ട ഡ്യൂട്ടി നിങ്ങളേതാണ് അല്ലെ? അപ്പൊ നിങ്ങൾ തന്നെ പഠിച്ചെടുത്താലേ പറ്റുള്ളൂ. പഠിക്കേണ്ട ഡ്യൂട്ടി നിങ്ങളേതാണ്. ഓക്കെ അല്ലേ? പഠിക്കണം, സെറ്റ് ആവണം. അങ്ങനെയാണെങ്കിൽ a മൈനസ് ബി ഹോൾ സ്ക്വയർ, എന്ന് പറഞ്ഞാൽ a സ്ക്വയർ മൈനസ് 3a സ്ക്വയർ b പ്ലസ് 3ab സ്ക്വയർ മൈനസ് b ക്യൂബ് എന്നാണ്. അതുപോലെ രണ്ട് കാര്യങ്ങൾ കൂടെ നമ്മൾ ഇപ്പൊ അങ്ങ് പറയും. രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ a ക്യൂബ് പ്ലസ് b ക്യൂബ് എന്ന് പറഞ്ഞാൽ a പ്ലസ് ബി ഇൻറ്റു a സ്ക്വയർ മൈനസ് ab പ്ലസ് b സ്ക്വയർ എന്നാണ്. സെറ്റാണ്. അപ്പൊ ഒന്നും കൂടെ, a ക്യൂബ് പ്ലസ് b ക്യൂബ് എന്ന് പറഞ്ഞാൽ a പ്ലസ് b ഇൻറ്റു a സ്ക്വയർ മൈനസ് ab പ്ലസ് b സ്ക്വയർ എന്നാണ്. അതേ കണക്ക് നമ്മൾ ഇതിന്റെ മൈനസും കൂടെ പറയും. a ക്യൂബ് മൈനസ് b ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇവിടെ a പ്ലസ് b വന്നാൽ എന്തായിരിക്കും? a മൈനസ് b ഇൻറ്റു a സ്ക്വയർ പ്ലസ് ab പ്ലസ് b സ്ക്വയർ എന്നാണ്. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആക്കണം. ഇനി വേറെ ഇല്ലേന്ന് ചോദിച്ചാൽ വേറെ ഐഡന്റിറ്റീസ് ഉണ്ട്. അത് നമ്മൾ വരുന്ന വഴിയെ നമ്മൾ പഠിക്കും. തൽക്കാലം നിങ്ങൾ ഇത്രയും ബേസിക് ഐഡന്റിറ്റീസ് അറിഞ്ഞിരിക്കണം. ഇത്രയും ബേസിക് ഐഡന്റിറ്റീസ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. വേറെ ഉണ്ടോന്ന് ചോദിച്ചാലുണ്ട്. a+b+c ഹോൾ സ്ക്വയർ ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി a+b മൈനസ് c ഹോൾ സ്ക്വയർ, അതങ്ങനെ എഴുതും, പറ്റും, അതിനും വഴിയുണ്ട്. ഇനി a+b+c ഹോൾ ക്യൂബ് എന്താണ് ഉണ്ട്? എല്ലാത്തിനും ഉണ്ട്, ഐഡന്റിറ്റീസ് ഉണ്ട്.
നമ്മൾ വരുന്ന വഴി അങ്ങ് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഇത്രയും പഠിക്കണം, സെറ്റ് ചെയ്ത് പഠിക്കണം, ഉറപ്പായിട്ടും പഠിച്ചേ പറ്റൂ. ഇനി കഴിയില്ല, ഇതിനകത്തുള്ള 1-2 വകഭേദങ്ങൾ കൂടെ നമ്മൾ സെറ്റായിട്ട് പഠിക്കണം. ഒന്നും കൂടെ ഇതിനകത്ത് 1-2 കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ കൂടെ പഠിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും പരസ്യങ്ങളിലും സിനിമകളിലും കാണുന്ന പോലെ A+B ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞു A² + 2AB + B² ആണേ, കുഴപ്പമില്ല. ഇതിൽ നിന്നുകൊണ്ട് A+B ഹോൾ സ്ക്വയറിനെ നമുക്ക് ഇങ്ങനെയും പറയാം, A - B ഹോൾ സ്ക്വയർ പ്ലസ് 4AB എന്നും പറയാം. ഇതും കൂടെ അറിഞ്ഞിരിക്കണം. അതായത് A+B ഹോൾ സ്ക്വയറിനെ A - B ഹോൾ സ്ക്വയറിന്റെ ഫോമിൽ എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചാൽ, ഒന്നും കൂടെ A+B ഹോൾ സ്ക്വയറിനെ A - B ഹോൾ സ്ക്വയറിന്റെ ഫോമിൽ എങ്ങനെ എഴുതുന്നു, അല്ലെങ്കിൽ A+B A - B യുടെ ടേമിൽ നമുക്ക് എങ്ങനെ പറയാന്ന് ചോദിച്ചാൽ A - B ഹോൾ സ്ക്വയർ പ്ലസ് 4AB എന്നാണ്. ഇതിന്റെ സെറ്റപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ സെറ്റപ്പ് എന്ന് വെച്ചാൽ, ഈ A - B ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുക എങ്ങനെ ഇരിക്കും, A² - 2AB പ്ലസ് B² എന്നല്ലേ, അതിന്റെ കൂടെ ഒരു 4AB കൂടെ ഒന്ന് കൂട്ടി വെക്കും. എന്ത് സംഭവിക്കും, A² - 2AB പ്ലസ് 4AB എന്ന് പറഞ്ഞാൽ പ്ലസ് 2AB ആയിട്ട് മാറും, പ്ലസ് B². ഇതെന്താ സാധനം, ഇത് A+B ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോ A+B ഹോൾ സ്ക്വയറിന് നമ്മൾ ഇങ്ങനെയും പറയും, A - B ഹോൾ സ്ക്വയർ പ്ലസ് 4AB എന്ന് പറയാം. സെറ്റപ്പ് നന്നായിട്ടൊന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഒരുപാട് ചോദ്യങ്ങളുടെ ഇടയിൽ നമുക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അപ്പോ A+B ഹോൾ സ്ക്വയർ നമ്മൾ എങ്ങനെയും പറയും, A - B ഹോൾ സ്ക്വയർ പ്ലസ് 4AB സെറ്റാണ്. ഇതേപോലെ ആരെയും നമുക്ക് പറയാം, ഇവനെയും പറയാം. A - B ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കണം. A - B ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ A+B ഹോൾ സ്ക്വയറിന്റെ ടേമിൽ A+B ഹോൾ സ്ക്വയർ മൈനസ് 4AB എന്നാണ്. -4AB. നേരത്തെ പോലെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടും, A - B ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. സെറ്റല്ലേ? അപ്പൊ നന്നായിട്ടൊന്ന് മനസ്സിലാക്കിക്കൊള്ളണം. A - B ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന് A+B യുടെ ടേമിൽ നമ്മൾ എങ്ങനെ പറയും, A+B ഹോൾ സ്ക്വയർ -4AB എന്ന് പറയാം. -4AB സെറ്റാണ്. ഇതേപോലെ ഒരെണ്ണം കൂടെ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ പഠിക്കും. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വരുന്ന വഴിയിൽ നമുക്ക് അങ്ങ് പറഞ്ഞു വരാം. ഓക്കെ അല്ലേ? ഇവനെ കൂടെ A+B ഹോൾ ക്യൂബ്, ഇവനെ കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് മാറ്റി പറഞ്ഞു നോക്കാം. ഈ പറയുന്ന A³ പ്ലസ് 3A²B പ്ലസ് 3AB², ഈ രണ്ടെണ്ണത്തിൽ, ഈ രണ്ട് ടേംസിൽ 3A²Bയിലും 3AB² നമുക്ക് കോമൺ ആയിട്ട് എന്തിനെ പുറത്തെടുക്കാം, 3AB പുറത്തെടുക്കാം. അപ്പൊ ഇവനെ നമ്മൾ ഇങ്ങനെ കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളാം. A³ പ്ലസ് ഈ രണ്ടെണ്ണത്തിൽ നിന്ന് 3AB നമ്മൾ പുറത്തെടുക്കുമ്പോൾ 3AB പുറത്ത് ചാടി ഇൻഡു ഇവിടെ നിന്ന് 3AB പോയി കഴിഞ്ഞാൽ അവിടെ ഒരു A ഉണ്ട്, ഇവിടെ നിന്ന് 3AB പോയി കഴിഞ്ഞാൽ അവിടെ ഒരു B ഉണ്ടാവും, ഇൻഡു A+B പ്ലസ് B³ എന്ന് പറയാം. കണ്ടോ? അപ്പോ ഈ സാധനത്തിന് ഇതിനെ കൂടെ ഇതിനെ വേണ്ട, ഇതിനെ കൂടെ ഒന്ന് മാറ്റി എന്ന് പഠിച്ചു വെച്ചോണം. A+B ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ A³ പ്ലസ് 3AB ഇൻഡു A+B പ്ലസ് B³ എന്നാണ്. അപ്പൊ ഒന്നും കൂടെ നന്നായിട്ട് മനസ്സിലാക്കണേ. A+B ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ A³ പ്ലസ് 3A²B പ്ലസ് 3AB² പ്ലസ് B³ നമുക്കറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ഒരു സാധനം കൂടെ പഠിച്ചിട്ടുണ്ടോ, ഇതുകൂടെ പഠിച്ച് സെറ്റ് ആവണം. A³ പ്ലസ് 3AB ഇൻഡു A+B 3AB ഇൻഡു A+B പ്ലസ് B³ എന്നാണ്, പ്ലസ് B³ എന്നാണ്. വെരി ബേസ് ആയിട്ടുള്ള കാര്യമാണ്. ബേസ് ആണ്, വളരെ ബേസ് ആണ്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ 3 A B C ഒക്കെ വന്ന് നമുക്ക് കണക്ട് ചെയ്ത് പറയാനേ പഠിക്കണം. സെറ്റായിട്ട് പഠിച്ചെടുക്കണം, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ, അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പഴയ RRB NTPCക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. ശരി, പറഞ്ഞു വരാം. ഇതിനെ എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. S+2 ഹോൾ ക്യൂബ്. കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായ സംഭവം എന്താണ്, A+B ഹോൾ ക്യൂബ് വെച്ച് എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിൽ കൊണ്ടുപോകാം. A+B ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്, A+B ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്, A³ പ്ലസ് 3A²B പ്ലസ് 3AB² പ്ലസ് B³ എന്നല്ലേ. ശരി, എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് A എന്ന് പറഞ്ഞാൽ S ആണ്, B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2 ആയിരിക്കും. സിമ്പിൾ, എക്സ്പാൻഡ് ചെയ്യാം. A³ that is S³ plus 3A² that is S²B എന്നല്ലേ. അപ്പോ into 2
പ്ലസ് 3ab സ്ക്വയർ ദാറ്റ് ഈസ് s into b സ്ക്വയർ 2 into സ്ക്വയർ 4 പ്ലസ് b ക്യൂബ് 2 into ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 8 ആണ് ശരി സിമ്പിൾ ആയിട്ട് മൾട്ടിപ്ലൈ എന്ന് പറയാം ദാറ്റ് ഈസ് s ക്യൂബ് പ്ലസ് 2 into 3 എന്ന് പറഞ്ഞാൽ 6x സ്ക്വയർ പ്ലസ് 3 into 4 എന്ന് പറഞ്ഞാൽ 12s പ്ലസ് എന്തെന്ന് കിട്ടി 8. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി s സ്ക്വയർ പ്ലസ് 6s സ്ക്വയർ പ്ലസ് 12s പ്ലസ് 8. ഇതിനകത്ത് ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട. എന്ത് തന്നെയാണ് നമ്മുടെ ബേസിക് ഐഡന്റിറ്റി ആണ്. a പ്ലസ് ബി ഹോൾ ക്യൂബ് വെച്ച് എന്ത് ചെയ്തു എക്സ്പാൻഡ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ശരി, അപ്പോ ഐഡന്റിറ്റീസ് സ്ട്രോങ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എക്സ്പാൻഡ് സി മൈനസ് 3 ഹോൾ ക്യൂബ്. ഇതും RRB NTPC വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഏത് വെച്ച് നിങ്ങൾക്ക് അറിയാം എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾക്ക് അറിയാം. ഏത് വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്യും? a മൈനസ് ബി ഹോൾ ക്യൂബ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ശരി, പറഞ്ഞു നോക്കാം. a മൈനസ് ബി ഹോൾ ക്യൂബ് മനസ്സിൽ പറ. a മൈനസ് ബി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? a ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബി ക്യൂബ് എന്നല്ലേ? അപ്പൊ അത് വെച്ച് നമുക്ക് പറയാം a ക്യൂബ് ദാറ്റ് ഈസ് c ക്യൂബ് മൈനസ് 3a സ്ക്വയർ ദാറ്റ് ഈസ് c സ്ക്വയർ b അപ്പൊ ഇൻടു 3 പ്ലസ് 3ab സ്ക്വയർ ദാറ്റ് ഈസ് 3 ഇൻടു c ഇൻടു b സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 ന്റെ സ്ക്വയർ 9 മൈനസ് b ക്യൂബ് എന്നാണ്. മൈനസ് 3 ന്റെ സ്ക്വയർ സോറി 3 ന്റെ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 27 ആണ്. നമുക്ക് ആൻസർ കിട്ടി c ക്യൂബ് 3 ഇൻടു 3 എന്ന് പറഞ്ഞാൽ മൈനസ് 9c സ്ക്വയർ 3 ഇൻടു 9 എന്ന് പറഞ്ഞാൽ പ്ലസ് 27c മൈനസ് 27. ഏതായത് ഓപ്ഷൻ? ഓപ്ഷൻ സി തന്നെയാണ്. c ക്യൂബ് മൈനസ് 9c സ്ക്വയർ പ്ലസ് 27c മൈനസ് 27. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പൊ ഇതിനകത്ത് വേറെ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. ഡയറക്റ്റ് എന്ത് തന്നെയാണ് നമ്മുടെ ഐഡന്റിറ്റീസ് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു നല്ല ക്വസ്റ്റ്യൻ ചെയ്യാം. നല്ല ക്വസ്റ്റ്യൻ. ശരി, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇഫ് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ a പ്ലസ് ബി ഈക്വൽ ടു 25 then the value of a minus b is okay. ഇതാണ് RPF SI എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താ സംഭവം? if a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ a പ്ലസ് ബി ഈക്വൽ ടു 25. അപ്പോ ഇത് കണ്ടപ്പോ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ ക്ലിക്ക് ആയിട്ടുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ വന്നു അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന എന്തൊക്കെയോ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. എന്താ സംഭവം? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കണ്ട പാടെ നമ്മളെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എന്താണ്? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ആണ്. ഓക്കെ അല്ലേ? ശരി, അപ്പൊ നമുക്ക് പറഞ്ഞു വരാം. ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് ഇങ്ങനെ മാറ്റിയിട്ട് ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ എന്നൊക്കെയാ. ഞാൻ ഇതിനെങ്ങനെ അങ്ങ് എഴുതി a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവിഷൻ പകരം ഡിവൈഡഡ് ബൈ a പ്ലസ് ബി ഈക്വൽ ടു 25. ഒരു പ്രശ്നമില്ല, കുഴപ്പമില്ല. ശരി, ഇവനെ നമ്മുടെ മനസ്സിൽ വന്നു a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ആണേ. അപ്പൊ ഇതിന് പകരം a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഡിവൈഡഡ് ബൈ താഴെ എന്ത് തന്നെ ഉണ്ട്? ഒരു a പ്ലസ് ബി ഉണ്ട്. ഈക്വൽ ടു നമുക്ക് പറയാം 25 എന്ന് പറയാം. ഏതൊക്കെ വെട്ടിപ്പോയി? ഇവിടെ ഉള്ള a പ്ലസ് ബി, മേലുള്ള a പ്ലസ് ബി വെട്ടിപ്പോയി. നമുക്ക് കിട്ടി a മൈനസ് ബി ഈക്വൽ ടു 25. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, ആൻസർ കിട്ടി. നമ്മുടെ ചോദ്യം എന്താണ്? a മൈനസ് ബി എത്രയെന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. കിട്ടി. നമ്മുടെ ആൻസർ 25. ഓപ്ഷൻ സി 25. വേറെ ഒന്നും ചെയ്തില്ല. നമ്മൾ ആ ഒരു ഐഡന്റിറ്റി, നമ്മൾ മനസ്സിലാക്കിയ ഐഡന്റിറ്റി ഒന്ന് മാറ്റി ഇട്ട് കൊടുത്തു, വെട്ടിപ്പോയി. കിട്ടി ആൻസർ 25. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ചോദ്യം ഇങ്ങനെയാണ് ഇഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 then എക്സ് ക്യൂബ് പ്ലസ് y ക്യൂബ് പ്ലസ് 3xy മൈനസ് 1 എത്രയാണ് എന്നാണ്. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ നമുക്ക് എങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇതാണ് ഗ്രൂപ്പ് ഡിക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം നമ്മൾ നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്യണം. എന്താ സംഭവം? എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബിന് ഒരു 3xy എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കിടക്കുന്നുണ്ട്. -1 ഈക്വൽ ടു അതിന്റെ ആൻസർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശരി, ഇത്രയും കണക്ട് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് വൈ ക്യൂബ് 3xy ഒക്കെ ഉണ്ട്. എങ്ങനെ കണക്ട് ചെയ്യാം? നമ്മുടെ മനസ്സിൽ ഏത് ഇക്വേഷൻ നമുക്ക് കൊണ്ടുവരാം? എക്സ് പ്ലസ് വൈ ഹോൾ ക്യൂബ് എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാമോ ഇല്ലയോ? കൊണ്ടുവരാൻ പറ്റില്ലേ? പറ്റും. അപ്പൊ ഒന്നും കൂടെ
നമ്മുടെ കയ്യിൽ എക്സ് പ്ലസ് വൈ ഉണ്ട്, നമ്മുടെ കയ്യിൽ എക്സ് പ്ലസ് വൈ ഉണ്ട്. നമുക്ക് വേണ്ടിയ കാര്യങ്ങൾ എന്താ? എക്സ് ക്യൂബ് വേണം, ഒരു വൈ ക്യൂബ് വേണം, പിന്നെ ഒരു 3xy എന്നൊക്കെ പറഞ്ഞ് സംതിങ് അതിനകത്തുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ മനസ്സ് പതുക്കെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് പിടിക്കണം. എന്താ സംഭവം? നമ്മുടെ എക്സ് പ്ലസ് വൈ ഉണ്ട്, നമുക്ക് ആവശ്യം ഒരു എക്സ് ക്യൂബ്, വൈ ക്യൂബ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലേ. നമുക്ക് നൈസായിട്ട് എക്സ് പ്ലസ് വൈ ഹോൾ ക്യൂബ് അങ്ങ് ചെയ്യാം. ആ ഹോൾ ക്യൂബ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതെല്ലാം ഈ സാധനത്തിനകത്തുണ്ട് അല്ലേ? ഓക്കെ അല്ലേ? ശരി. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കാര്യം ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്നാണ്. അതിന് ഞാൻ രണ്ട് സൈഡ് ക്യൂബ് ചെയ്യാണ്. അപ്പൊ ഒന്നും കൂടെ ക്യൂബിങ് ഓൺ ബോത്ത് സൈഡ്സ്. ഈ രണ്ട് വശവും ഞാൻ എന്ത് ചെയ്യുന്നു? ക്യൂബ് ചെയ്യുന്നു. എക്സ് പ്ലസ് വൈ നമുക്ക് തന്നിട്ടുണ്ട്, രണ്ട് വശവും ക്യൂബ് ചെയ്യുന്നു. രണ്ട് വശവും ക്യൂബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ എക്സ് പ്ലസ് വൈ ഹോൾ ക്യൂബ് ഈക്വൽ ടു 1 ക്യൂബ് എന്ന് പറയാം. രണ്ട് വശവും ഞാൻ നമുക്ക് ഇത് ക്യൂബ് ചെയ്തു. ഇവനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ അറിയാം. പറ, എക്സ്പാൻഡ് ചെയ്യും. ദാറ്റ് ഈസ് എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ വൈ പ്ലസ് 3xy സ്ക്വയർ പ്ലസ് വൈ ക്യൂബ് ഈക്വൽ ടു 1ന്റെ ക്യൂബ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ഓക്കെ. ഇനി നമുക്ക് അവിടെ വലിയ പ്രയോജനമില്ല. ഈ സാധനമുണ്ട്. പിന്നെ കിടക്കുന്ന ഒരു 3xy നേരെ നമ്മൾ മാറ്റി പിടിക്കണം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേറൊരു സാധനം കൂടെ പഠിച്ചിട്ടുണ്ട് അല്ലേ? എക്സ് പ്ലസ് എ പ്ലസ് ബി ഹോൾ ക്യൂബിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ വേറൊരു കാര്യം കൂടെ പഠിച്ചില്ലേ? എന്താ സംഭവം? എ ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് ബി ക്യൂബ്. ഓർമ്മയുണ്ടോ? നമ്മൾ ബ്രാക്കറ്റിന്റെ വെളിയിലൊക്കെ എടുത്ത് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ബ്രാക്കറ്റിന്റെ വെളിയിൽ എടുക്കാം. സിമ്പിൾ കാര്യം. അപ്പൊ നമുക്ക് ഇവിടെ xy 3xy നമുക്ക് വേണമെങ്കിൽ പുറത്തെടുക്കാമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു എക്സ്പാൻഷനിൽ നമ്മൾ പറയുകയാണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് ഇതിൽ നിന്ന് ഒരു 3xy കോമൺ ആയിട്ട് എടുക്കാം. 3xy പുറത്തു വന്നു. ബാക്കി ഇനിയുള്ളത് ഇവിടെ നിന്ന് ഒരു എക്സ് പോയി കഴിഞ്ഞാൽ ബാക്കി അവിടെ ഒരു എക്സ് പ്ലസ് ഇവിടെ എന്തുണ്ട്? ഒരു വൈ പ്ലസ് വൈ ക്യൂബ് ഈക്വൽ ടു 1 എന്ന് പറയാം. ഇനി ഒന്ന് കണ്ണ് തുറന്നു നോക്കണം. എക്സ് പ്ലസ് വൈന്റെ വാല്യൂ തന്നിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 1 ആണ്. ഇതിന് പകരം നമുക്ക് അവിടെ 1 ഇടാം. 3xy ഇൻറ്റു 1 ദാറ്റ് ഈസ് എന്ത് തന്നെയാണ്? 3xy തന്നെയാണ്. അപ്പൊ നമുക്ക് പറയാം എക്സ് ക്യൂബ് പ്ലസ് 3xy ഇൻറ്റു 1 മൊത്തത്തിൽ എന്തായി? 3xy ആയി. പ്ലസ് വൈ ക്യൂബ് ഈക്വൽ ടു 1. നമുക്ക് ആവശ്യം ഇപ്പുറത്തെ മൈനസ് 1 അല്ലേ, ഇതിനെ കൊണ്ട് ഇപ്പുറത്ത് പോയി. ദാറ്റ് ഈസ് എക്സ് ക്യൂബ് പ്ലസ് 3xy പ്ലസ് വൈ ക്യൂബ്. വേണ്ട, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഓർഡറിൽ തന്നെ എഴുതി വരാം. പറയാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് എന്നല്ലേ. ഇവിടെ ഒരു വൈ ക്യൂബ് ഉണ്ടല്ലോ. അപ്പൊ പ്ലസ് ഞാൻ എന്ത് ചെയ്തു? വൈ ക്യൂബ് പ്ലസ് നമുക്ക് എന്തുണ്ട്? ഒരു 3xy ഉണ്ട്. ഇവനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ അത് മൈനസ് ഉണ്ടാവും. ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യേണ്ട, ആൻസർ ആയി. നമുക്ക് ഇതല്ലേ കണ്ടുപിടിക്കണ്ടേ? ഇതിന്റെ വാല്യൂ എത്രന്നല്ലേ? കിട്ടി, 0 കിട്ടി. ഓപ്ഷൻ എ നമ്മുടെ ആൻസർ 0. ഓക്കെ അല്ലേ? അപ്പോ നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണം എന്നുള്ള കാര്യം. അപ്പോ എങ്ങനെയൊക്കെ എല്ലാ ക്വസ്റ്റ്യനും വേറെ ആയിരിക്കും. അപ്പോ എങ്ങനെ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിനെ നമുക്ക് എങ്ങനെ മൂവിക്കുക എന്നുള്ള കാര്യം ഞാൻ പറയും. എന്താണ്? നമുക്ക് തന്നിട്ടുണ്ട് ഒരു എക്സ് പ്ലസ് വൈ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്? ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യത്തിലേക്ക് ഒരു എക്സ് ക്യൂബ് ഉണ്ട്, വൈ ക്യൂബ് ഉണ്ട്, പിന്നെ 3xy എന്നൊക്കെ പറയാൻ കിടക്കും. കണക്ട് ചെയ്യാം, രണ്ട് സൈഡിൽ ക്യൂബ് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ഹോൾ ക്യൂബ് ചെയ്ത് കൊടുത്താൽ സിമ്പിൾ ആയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തു. നമ്മുടെ ആൻസർ കിട്ടി. ഓപ്ഷൻ എ 0. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. RRB ഗ്രൂപ്പ് ഡിക്ക് വന്ന ചോദ്യമാണ്. ശരി, ചോദ്യം ഇങ്ങനെയാണ്. ഇഫ് എ പ്ലസ് ബി ഈക്വൽ ടു 56 ആൻഡ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 496, then find the product of A and B. അപ്പോ തന്നിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പറയാം. ഇഫ് എ പ്ലസ് ബി ഈക്വൽ ടു 56, ഇനി എ മൈനസ് ബി ഹോൾ സ്ക്വയർ തന്നിട്ടുണ്ട്. ദാറ്റ്സ് എന്താണ്? 496 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ what will be the product of A and B എന്നാണ് ചോദ്യം. ശരി, ഈ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി കാണുക എന്നാണ്. രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്നാണ്. പ്രോഡക്റ്റ് ഓഫ് എ ഇൻറ്റു ബി അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഇൻറ്റു ബി, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ എ ബി എത്ര എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എ ബി എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സെറ്റ് അല്ലേ? ശരി, അപ്പോ നമുക്ക് തന്നിട്ടുള്ള കാര്യം ഒരു എ പ്ലസ് ബി ഉണ്ട്, പിന്നെ ഒരു എ മൈനസ് ബി ഹോൾ സ്ക്വയർ തന്നിട്ടുണ്ട്, എന്തൊക്കെ സംതിങ് നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിലോട്ട് നമുക്ക് എ ബി ആണ് ആവശ്യം.
എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഉണ്ട് പിന്നെ ഒരു എ പ്ലസ് ബി ഉണ്ട് പിന്നെ എ ബി ആണ് കാണേണ്ടത് സ്ക്വയർ ഒക്കെ ഉണ്ട് അല്ലെ സ്ക്വയർ ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ബി ആണ് പിന്നെ ഒരു എ പ്ലസ് ബി ഉണ്ട് എ മൈനസ് ബി ഉണ്ട് എ മൈനസ് ബി ഉണ്ട് പിന്നെ കണ്ടുപിടിക്കേണ്ട കാര്യം എ ബി ആണ് ഞാൻ തമ്മിൽ കണക്ട് ചെയ്യിക്കുന്നതാണ് കേട്ടോ ഒന്ന് പറഞ്ഞു വരാം. അപ്പൊ എന്തൊക്കെയുണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ എ ബി ഉണ്ട് ഒരു എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഒക്കെയാണ് എ മൈനസ് ബി ഒക്കെ ഉണ്ട് അല്ലെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഒക്കെ ഉണ്ട് പിന്നെ ഒരു എ ബി ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് കണക്ട് ചെയ്ത് പിടിക്കാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഒന്ന് കണക്ട് ചെയ്ത് നോക്ക്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഞാൻ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഞാൻ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പറഞ്ഞ കാര്യം എന്താണ്? ഓൾട്ടർനേറ്റീവ് ആയിട്ട് പറഞ്ഞ കാര്യം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, സെറ്റ് ആണ്. വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു? എ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് 4ab എന്നും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ബേസിക് കാര്യം നമ്മൾ പഠിച്ച കൂട്ടത്തിൽ പറഞ്ഞതാണ്. അപ്പോ നമുക്ക് ഇങ്ങനെ പറയാം, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് 4ab എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒന്ന് കണ്ണ് തുറന്നു നോക്ക്. എ പ്ലസ് ബി ഇവിടെ ഇട്ട് കൊടുക്കണം. എ മൈനസ് ബി ഹോൾ സ്ക്വയർ തന്നിട്ടുണ്ട്. എല്ലാം കൂടെ വെച്ചിട്ട് എന്ത് കണ്ടുപിടിച്ചു കൊടുത്താൽ മതി? അതിൽ നിന്ന് എ ബി കണ്ടുപിടിച്ചു കൊടുത്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും അല്ലേ? ശരി, കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ പ്ലസ് ബി നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എത്രയാണ്? 56 സ്ക്വയർ ഈക്വൽ ടു എ മൈനസ് ബി ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് നമുക്ക് പറയാം 496 പ്ലസ് 4ab. ഇനി ഇതിന്റെ സ്ക്വയർ കാണണം. അപ്പൊ ഞാൻ ഈ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 1 മിനിറ്റിനുള്ളിൽ നമ്മൾ ഈ പറയുന്ന 2 ഡിജിറ്റുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ എങ്ങനെ നമുക്ക് പെട്ടെന്ന് കാണാമെന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നമുക്ക് ഒരു 2 ഡിജിറ്റ് നമ്പർ കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എങ്ങനെ സ്ക്വയർ കാണാമെന്നുള്ള കാര്യം. ഓക്കെ അല്ലേ? അപ്പൊ അതൊന്ന് കണ്ടു നോക്കണേ. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. 1 മിനിറ്റ് ദൈർഘ്യമുള്ള ആ ഒരു ഷോർട്ട് വീഡിയോ ആണ്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ നമുക്ക് അതനുസരിച്ച് ആ ഒരു ടെക്നിക്ക് അനുസരിച്ച് നമുക്ക് പറയാം 56ന്റെ സ്ക്വയർ കാണാൻ 5ന്റെ സ്ക്വയർ എഴുതി 25 എഴുതി 6ന്റെ സ്ക്വയർ 36 എന്ന് പറഞ്ഞ് എഴുതി. ദെൻ നമ്മൾ 5 into 6 ചെയ്യും. 5 into 6 ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? 5 into 6 എന്ന് പറഞ്ഞാൽ 30 ആണ്. 30ന്റെ ഡബിൾ എടുക്കും, ദാറ്റ് ഈസ് 60 നമ്മൾ ഇവിടെ നിന്ന് എഴുതി. ദാറ്റ് ഈസ് 6 9 11 1 നമുക്ക് കിട്ടി 3136 എന്ന് പറയുന്നത്. അപ്പോ 56ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3136 ഈക്വൽ ടു 496 പ്ലസ് 4ab എന്ന് പറയാം. ഈ 496 ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവരും. ദാറ്റ് ഈസ് 3136. ഇത് ഇപ്പുറത്ത് വരുമ്പോ മൈനസ് 496 ഈക്വൽ ടു 4ab. ഓക്കെ അല്ലേ? ചുരുക്കി പറഞ്ഞാൽ 4ab ഈക്വൽ ടു ഇത് സബ്ട്രാക്ട് ചെയ്ത് പറയാം. അതിൽ നിന്ന് 496 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 30 നിന്ന് 9 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4 ആണ്. 30 4 ആകുമ്പോൾ 26. നമുക്ക് ഇങ്ങനെ കിട്ടും 2640 എന്ന് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇത് സബ്ട്രാക്ട് ചെയ്ത് വരും. നമുക്ക് ആവശ്യം എന്താണ്? എ ബി ആണ്. പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി ആണ് നമുക്ക് ആവശ്യം. ദാറ്റ് ഈസ് എ ബി ഈക്വൽ ടു ഈ 4 ഇഞ്ച് താഴെ വരും അല്ലേ? ദാറ്റ് ഈസ് 2640 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്യാം. 4ൽ 4 1 ടൈം, 26ൽ 4 6 ടൈം, ബാക്കി ഇനി 2 ഉണ്ട് അല്ലെ? 24ൽ വീണ്ടും 6 ടൈം 0. നമുക്ക് കിട്ടി എ ബി എന്ന് പറഞ്ഞാൽ 660. സെറ്റ് ആണ് ഓപ്ഷൻ ഡി 660 എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊന്നൊരു വലിയ സംഭവമൊന്നുമില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയാണ്. ഇത് നമ്മുടെ മനസ്സിൽ നടത്തണം ഈ സ്റ്റെപ്പ്. ഇനി ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഒക്കെ നമ്മൾ ഡയറക്റ്റ് തന്നെ കണ്ടുപിടിച്ച് അവിടെ ഇട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഈ ഇക്വേഷൻ കിട്ടും. ഇത്രയും മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇനിയും സബ്ട്രാക്ട് ചെയ്യാം. ബാക്കി നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റും. പ്രാക്ടീസ്. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഒന്ന് തമ്മിൽ കണക്ട് ചെയ്ത് പിടിച്ച ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലേ? നമുക്ക് തന്നിട്ടുള്ളത് എ പ്ലസ് ബി ആണ്, പിന്നെ ഒരു എ മൈനസ് ബി ആണ്, പിന്നെ എ ബി. നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണ്? എ ബി ആണ്. അത് തമ്മിൽ എന്ത് ചെയ്യുക? കണക്ട് ചെയ്ത് നമുക്ക് ഏതൊക്കെ ഐഡന്റിറ്റീസ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം എന്നുള്ള കാര്യം നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ഇഫ് എ പ്ലസ് ബി ഈക്വൽ ടു 24 ആൻഡ് എ ബി ഈക്വൽ ടു 44 then find the value of a square plus b square. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ എന്താ പറഞ്ഞിരിക്കണേ? എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 24 തന്നിട്ടുണ്ട്, പിന്നെ തന്നിട്ടുള്ളത് എ ബി തന്നിട്ടുണ്ട് 44 ആണ്. Then what will be the value of a square plus b square? a square plus b square ന്റെ വാല്യൂ കാണുക എന്നാണ്. ശരി,
അപ്പൊ തൊട്ട് മുന്നേ ഉള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ കണക്ട് ചെയ്ത് പിടിച്ചതുപോലെ നമുക്ക് തന്നിട്ടുള്ള കാര്യം എന്താണ്? എ പ്ലസ് ബി ഈക്വൽ ടു തന്നിട്ടുണ്ട്, 24 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടിയ കാര്യം എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം. ശരി, അപ്പൊ എ പ്ലസ് ബി അറിയാം, നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് സ്ക്വയർ ഒക്കെ എന്തൊക്കെ വരുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് അറിയാന്നുള്ള കാര്യം മനസ്സിൽ പറയാം. എ പ്ലസ് ബി ഉണ്ട്, പിന്നെ വരേണ്ടത് എന്താണ്? ക്യൂബുകളല്ല, സ്ക്വയറുകളാണ്. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമ്മുടെ മനസ്സിൽ കൊണ്ടുപോവാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. അപ്പൊ ഒന്നും കൂടെ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്നല്ലേ, അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് നമുക്ക് പറയാം. ഇതിനകത്ത് എ പ്ലസ് ബി നമുക്കറിയാം. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24 ആണ്. ദാറ്റ് ഈസ് 24 ഇൻ ദ സ്ക്വയർ. 24 ന്റെ സ്ക്വയർ, 30 വരെയുള്ള സ്ക്വയർ എല്ലാവരും കാണാതെ പഠിച്ചിരിക്കണം കേട്ടോ. 30 വരെയുള്ള സ്ക്വയർ ഉറപ്പായിട്ടും കാണാതെ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് പറയാം 24 ഇൻ ദ സ്ക്വയർ. 24 ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 576 എന്ന് പറയാം. 576 ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. 2 ഇൻറ്റു എ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടില്ലേ? എ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 44 ആണ്. 2 ഇൻറ്റു എ ബി, 2 ഇൻറ്റു 44 കിട്ടി 88. കഴിഞ്ഞു. നമുക്ക് ആവശ്യം എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ? ദാറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു ഈ 88 ഇപ്പുറത്ത് കൊണ്ടുവരാലോ. ദാറ്റ് ഈസ് 576 മൈനസ് എന്ത് കിട്ടും? 88 എന്ന് പറയാം. 576 മൈനസ് 88. ഇത് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. 576 മൈനസ് 88 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 16 മൈനസ് 8 എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇവിടെ 16 മൈനസ് 8 എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇവിടെ എന്തായിരിക്കും? 4 ആയിരിക്കും. നമുക്ക് കിട്ടി 488 എന്ന് പറയാം. 488 സെറ്റ് ആണ്. ഓപ്ഷൻ സി 488 എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് കിട്ടിയതാണോ? അപ്പൊ നമ്മൾ തമ്മിലൊന്ന് കണക്ട് ചെയ്യാനായിട്ട് ആലോചിച്ചു നോക്കാം. തമ്മിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഒരു കണക്ഷൻ പിടിക്കാനായിട്ട് നമ്മൾ ആലോചിക്കാം. കുഴപ്പമില്ല. ഇത് അത്യാവശ്യം അങ്ങനെ പ്രശ്നക്കാരനുള്ള ഒരു ക്വസ്റ്റൻ അല്ല, സിമ്പിൾ ആയിട്ട് ചെയ്തു വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ തന്നെയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റൻ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റൻ ഇങ്ങനെയാണ്. ഇഫ് എക്സ് സ്ക്വയർ പ്ലസ് 25 വൈ സ്ക്വയർ ഈക്വൽ ടു 10xy then what will be x is to y എന്നാണ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 25 വൈ സ്ക്വയർ ഈക്വൽ ടു 10xy. അങ്ങനെയാണെങ്കിൽ x is to y എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ശരി, എങ്ങനെ പറയാം? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, ഒരു 25 വൈ സ്ക്വയർ ഉണ്ട്, ഒരു 10xy എന്നൊക്കെ ഉണ്ട്. അപ്പോ നമ്മൾ പഠിച്ച നമ്മളെ ബേസിക് ഐഡന്റിറ്റീസിൽ എന്തോ ഒരു സംഭവമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഏതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും? എന്തൊക്കെ സ്ക്വയർ വരുന്ന ടീംസ് ആണ് അല്ലെ? സ്ക്വയർ വരുന്ന ടീംസ് ആണ്. വീണ്ടും നമ്മൾ ഒന്നും കൂടെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഈ പറയുന്ന 25 വൈ സ്ക്വയർ അത് ആരുടെ സ്ക്വയർ ആണ്? 5y ന്റെ സ്ക്വയർ ആണ് 25 വൈ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആകുന്നുണ്ടോ? അപ്പൊ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് പിടിക്കാൻ പറ്റും. ഞാനപ്പോ ഈ തന്നിട്ടുള്ള ഇക്വേഷൻ ഞാനൊരു ചെറിയ നമുക്ക് അറിയാവുന്ന രീതിയിലോട്ട് അങ്ങ് മാറ്റിയിട്ട് സംഭവം ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ 10xy ഞാനിപ്പോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരികയാണ്. അപ്പൊ ഒന്നും കൂടെ 10xy ഞാൻ ചെയ്തു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരികയാണ്. അപ്പൊ നമുക്ക് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ എക്സ് സ്ക്വയർ ഇത് ഇപ്പുറത്ത് വരുമ്പോ എന്താവും? മൈനസ് 10xy പ്ലസ് ഈ 25 വൈ സ്ക്വയറിനെ ഞാൻ ഇങ്ങനെ അങ്ങ് മാറ്റിയിടും. ദാറ്റ് ഈസ് 5y ഹോൾ സ്ക്വയർ. ഇവിടെ ഇനി ഒന്നുമില്ലല്ലോ, അപ്പുറത്ത് പോകുമ്പോ എന്താ? ഈക്വൽ ടു 0 എന്ന് പറയാം. ഓക്കെ അല്ലേ? എക്സ് സ്ക്വയർ മൈനസ് എന്തോ പ്ലസ് ഒരു വൈ സ്ക്വയർ അല്ലെങ്കിൽ 5y സ്ക്വയർ. ഇതിനെ ഞാൻ വീണ്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതും. ഇതിനെ എ എന്നും ഇതിനെ ബി എന്നും, എക്സിനെ എ എന്നും 5y ബി എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന രീതിയിൽ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 2x ഇൻറ്റു 5y പ്ലസ് 5y ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. ഇപ്പൊ ഇത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. എന്താ സംഭവം? ഇത് എന്താണ് ഐറ്റം? പറ. ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലല്ലേ മാറി? അല്ലേ? എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള രൂപത്തിലേക്ക് ഇത് മാറിയില്ലേ? ഇനി പറ, കണ്ണു തുറന്നൊന്ന് പറ. എ സ്ക്വയർ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ബി ദാറ്റ് ഈസ് 5y പ്ലസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് 5y ന്റെ സ്ക്വയർ. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ അങ്ങ് മാറ്റി എഴുതാം. എക്സ് മൈനസ് 5y ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതി. എക്സ് മൈനസ് 5y ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ 0 ആയിരിക്കണമെങ്കിൽ എന്തും 0 ആയിരിക്കണം. ഈ പറഞ്ഞ എക്സ് മൈനസ് 5 എന്തായിരിക്കണം? 0 ആയിരിക്കണം.
ഈ -5 റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോൾ എക്സ് ഈക്വൽ ടു 5y എന്നാവും. എവിടെയെങ്കിലും അല്ലെങ്കിൽ ചുരുക്കി പറയാൻ നമുക്ക് പറയാം 1x ഈക്വൽ ടു 5y എന്ന് പറയാം. 1x ഈക്വൽ ടു 5y എന്ന് പറയാം. അതായത് എക്സ് ഈസ് ടു വൈ എന്ന് പറഞ്ഞാൽ ഈ നമ്പർ നേരെ തിരിച്ചു പറഞ്ഞാൽ മതി. നമ്മുടെ ആൻസർ എന്തായിരിക്കും? 5:1 എന്ന് പറയുന്നുണ്ട്. 5:1. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ 5:1 എന്ന് പറയാം. ഇനി ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് 1:5 ആണെന്ന് തോന്നരുത്. ഇതിനെ കുറെ കൂടെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് സംഭവം. ഇവിടെ 1x ഈക്വൽ ടു 5y എന്നാണ്. ഈ y ഇനി താഴെ വരും. അതായത് എക്സ് ഡിവൈഡഡ് ബൈ y എന്നാണ്. ഈക്വൽ ടു ഈ 1 ഇങ്ങ് താഴെ വരും. അവിടെ ഒരു 5 ഉണ്ട്, 1 അങ്ങ് താഴെ വരും. ദാറ്റ് ഈസ് 5/1 എന്നാണ്. ഇവിടെ നിന്നോട്ട് റേഷ്യോ പറയാം. ദാറ്റ് ഈസ് x:y ഈക്വൽ ടു എന്തായിരിക്കും? 5:1 എന്ന് പറയാം. അവിടെ കൺഫ്യൂഷൻ ചിലർക്കെങ്കിലും ഈ ഒരു ഭാഗത്ത് കൺഫ്യൂഷൻ വരും. 1x ഈക്വൽ ടു 5y x:y എന്ന് പറഞ്ഞാൽ 1:5 ഇല്ല, കൺഫ്യൂഷൻ അടിക്കരുത്. ഈ ഒരു ഫോമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും മനസ്സിലായിക്കൊള്ളാം, നമ്പേഴ്സ് നേരെ തിരിച്ചാ പറയേണ്ടത്. അപ്പോ x:y ഈക്വൽ ടു നമുക്ക് പറയാം 5:1 എന്ന് ഉറപ്പിച്ച് പറയാം. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 5:1 എന്ന് പറയാം. RRB NTPC 21 ക്വസ്റ്റ്യൻ ആണ്. കുഴപ്പമില്ല. അപ്പോ ബേസിക്കലി ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്ത ഐഡന്റിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ a-b² എന്ന് പറയുന്ന ഐഡന്റിറ്റിയാണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരി, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഇഫ് x ഈക്വൽ ടു 12 ആൻഡ് y ഈക്വൽ ടു 7 then value of x² plus y² minus xy whole divided by x³ plus y³. അപ്പൊ ആ ഒരു സാധനത്തിന്റെ വാല്യൂ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പല വഴികളുണ്ട്. വേണമെങ്കിൽ നമുക്ക് ആദ്യമേ ചാടി കയറി 12ഉം 7ഉം ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് അതിനകത്ത് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. അതിന്റെ ആവശ്യമില്ല. എല്ലാത്തിന്റെ സ്ക്വയറും പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത് സെറ്റ് കൊളമാക്കരുത്. ശരി, ഇനി ഞാൻ പറഞ്ഞില്ലേ, ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുന്നത് പോലെ നമ്മുടെ ബേസിക് ഐഡന്റിറ്റീസ് അറിയാവുന്ന ഒരാളാണ്. ഇത് നോക്കുമ്പോൾ ഇത് എന്തൊക്കെ നമ്മൾ പഠിച്ച സാധനങ്ങളാണല്ലോ. ഒരു x² പ്ലസ് y² മൈനസ് xy ഒക്കെ ഉണ്ട്. യെസ്, x² മൈനസ് xy പ്ലസ് y². പിന്നെ ഒരു x³ പ്ലസ് y³ അത് നമുക്ക് അറിയുന്ന ഐഡന്റിറ്റിയാണ്. a³ പ്ലസ് y³ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയും? a³ പ്ലസ് y³ എന്ന് പറഞ്ഞാൽ a പ്ലസ് b ഇൻറ്റു a² മൈനസ് ab പ്ലസ് എന്തൊക്കെയോ സംതിങ്. ശരി, വാ നമുക്ക് എഴുതി വരാം. തന്നിട്ടുള്ള കാര്യം ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് x² പ്ലസ് y² മൈനസ് xy ഹോൾ ഡിവൈഡഡ് ബൈ, ഇവനെ നമുക്ക് എഴുതാൻ അറിയാം, ഇവനെ നമുക്ക് സെറ്റ് ചെയ്ത് എഴുതാൻ അറിയാം. ദാറ്റ് ഈസ് x പ്ലസ് y ഇൻറ്റു x² പ്ലസ് y² മൈനസ് xy. നമ്മൾ പഠിച്ചിട്ടുള്ളത് x² മൈനസ് xy പ്ലസ് y² എന്നാണ്. ഞാൻ ഈ ഒരു സെറ്റപ്പിൽ ഞാൻ എഴുതി. ഇവനും പോയി വെട്ടിപ്പോയി. ഇനി ആകപ്പാടെ ഉള്ളത് 1 ഡിവൈഡഡ് ബൈ x പ്ലസ് y എന്നാണ്. 1 ഡിവൈഡഡ് ബൈ x പ്ലസ് y. x നമുക്കറിയാം 12 പ്ലസ് y നമുക്കറിയാം 7. കഴിഞ്ഞു, നമ്മുടെ ആൻസർ കിട്ടി. ഓപ്ഷൻ ഡി 1 ഡിവൈഡഡ് ബൈ 19. ഇത് RRB NTPC 2021 വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സിമ്പിൾ ആയിട്ട് നമ്മൾ എല്ലാം വെട്ടിക്കളഞ്ഞു. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഐഡന്റിറ്റീസ്, ഈ പറഞ്ഞ ഐഡന്റിറ്റീസ് എല്ലാം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ഒരാളിന് പെട്ടെന്ന് കണ്ടപാട് തന്നെ മനസ്സിലാവും എന്താ ചെയ്യണമെന്നുള്ള കാര്യം പെട്ടെന്ന് മനസ്സിലാവും. അപ്പോ ആ പറയുന്ന കാര്യങ്ങൾ ഐഡന്റിറ്റീസ് നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് a പ്ലസ് b ഈക്വൽ ടു 10 ആൻഡ് a² പ്ലസ് b² ഈക്വൽ ടു 68 ഫൈൻഡ് ദ വാല്യൂ ഓഫ് a³ പ്ലസ് b³ എന്നാണ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. തന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? a പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 10 തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുള്ളത് a² പ്ലസ് b² ഈക്വൽ ടു 68 തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ a³ പ്ലസ് b³ ആണ്. a³ പ്ലസ് b³ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം. a³ പ്ലസ് b³ ആണ് കണ്ടുപിടിക്കേണ്ട കാര്യം. ശരി, അപ്പൊ a³ പ്ലസ് b³ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കൊണ്ടുപോകാം. a³ പ്ലസ് b³ എന്ന് പറയുമ്പോൾ a³ പ്ലസ് b³ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മനസ്സിലൊന്ന് പറയാം. a³ പ്ലസ് b³ വേണമെങ്കിൽ നമുക്ക് പറയാം a പ്ലസ് ബി വേണം, അല്ലെ? a പ്ലസ് ബി ഇൻറ്റു a² പ്ലസ് b² മൈനസ് ab എന്നാണ്. അപ്പൊ ഒന്നും കൂടെ a³ പ്ലസ് b³ നിങ്ങളുടെ മനസ്സിൽ അത് വരട്ടെ. എന്താണ് a³ പ്ലസ് b³ എന്ന് പറഞ്ഞാൽ എന്താണ്? a പ്ലസ് ബി ഇൻറ്റു അറിയാം, a പ്ലസ് ബി അറിയാം. ദെൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? a² പ്ലസ് b² മൈനസ് ab എന്നാണ്. a² പ്ലസ് b² തന്നിട്ടുണ്ട്, മൈനസ് ab ഇല്ലാത്ത കാര്യം എന്താണ്? ab നമുക്കറിയത്തില്ല.
തമ്മിൽ മനസ്സിൽ പിടിക്കാൻ പറ്റണം, മനസ്സിൽ കൊണ്ടുവരണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കൊണ്ടുവന്നേ പറ്റുള്ളൂ. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് കാണുമ്പോൾ ആ ഒരു സാധനം നമ്മുടെ മനസ്സിൽ വരണം. ദാറ്റ് ഈസ് എ പ്ലസ് ബി ഇൻറ്റു എന്താണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ വരണം. തന്നിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, എ പ്ലസ് ബി അറിയാം, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അറിയാം. അറിഞ്ഞൂടാത്ത ഒരേ ഒരുത്തൻ ദാറ്റ് ഈസ് എ ബി. എ ബി നമുക്ക് അറിയത്തില്ല. എ ബി കാണാനായിട്ട് വഴിയുണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് പറയാം. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പറയാൻ പറ്റും. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പറയാൻ പറ്റും. ദാറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എ ബിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ശരി, പറഞ്ഞു വരാം. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന വെച്ചാൽ ഇത്രയേ ഉള്ളൂ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇതിനൊന്ന് സ്ക്വയർ ചെയ്യും. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈ തന്നിട്ടുള്ള സ്ക്വയർ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും? ഈ രണ്ട് സൈഡ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആകുമ്പോൾ ദാറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ഈക്വൽ ടു 10ന്റെ സ്ക്വയർ ആയ 100 എന്ന് പറയുന്നുണ്ട്. ഇവനെ നമുക്കറിയാം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 68 ആണ്. ദാറ്റ് ഈസ് 68 പ്ലസ് 2ab ഈക്വൽ ടു 100 ആണ്. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ പറയും 2ab ഈക്വൽ ടു 100 മൈനസ് 68 ചെയ്യുമ്പോൾ 32 എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ab ഈക്വൽ ടു 32/2 നമുക്ക് കിട്ടി 16 എന്ന് പറഞ്ഞു കിട്ടി. ഓക്കെ അല്ലേ? ശരി, അപ്പോ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾക്കറിയാന്നുള്ളത് ഈ രണ്ട് സൈഡ് ഞാൻ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ചെയ്തു. അപ്പോൾ ഇവിടെ 10ന്റെ സ്ക്വയർ 100 ആണ്. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? എ ബിയുടെ വാല്യൂ കിട്ടി 16. സെറ്റ് ആണ്. പെട്ടെന്ന് നമ്മൾ പറയും. നമുക്ക് ആവശ്യം എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ആണ്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈക്വൽ ടു എന്നൊന്നും പറഞ്ഞ് പരീക്ഷയ്ക്ക് എഴുതാൻ നിൽക്കരുത്. ഞാൻ പക്ഷെ ഇവിടെ എഴുതും. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി എന്നാണ്. എക്സാം ഹോളിൽ ഇത്രയും നമുക്ക് വേണ്ട. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നിൽക്കണം. ഇത് നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കണം ഡയറക്റ്റ്. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമുക്കറിയാം. ദാറ്റ് ഈസ് 68 മൈനസ് എ ബി നമുക്കറിയാം 16. ഓക്കെ അല്ലേ? That is 10 into 68 minus 16. 68 ൽ നിന്ന് 10 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 58. ഒരു 6 കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 52 എന്ന് പറയും. 52 into 10 ചെയ്യുമ്പോൾ സെറ്റ് ആയിട്ട് നമുക്ക് കിട്ടി 520. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 520 എന്ന് പറയും. 520 എന്ന് പറയും. അപ്പൊ ഇതിനകത്ത് ഇത് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാള് ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയൊക്കെ നമുക്ക് ഡയറക്റ്റ് പറയാം 68 പ്ലസ് 2ab ഈക്വൽ ടു 100. അങ്ങനെയാണെങ്കിൽ 2ab ഈക്വൽ ടു 32 ആയിരിക്കും. ab ഈക്വൽ ടു 60. പെട്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇത്ര ചെയ്യുന്ന എത്ര സെക്കൻഡ് വേണം? 12 സെക്കൻഡ് വേണം. കഴിഞ്ഞു. പിന്നെ ഈ പറയുന്ന സെന്റൻസ് നമ്മുടെ മനസ്സിൽ മാത്രമേ നിൽക്കാവുള്ളൂ. പെട്ടെന്ന് അങ്ങ് എഴുതുക. എന്താണ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 10 തന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്ന് 68 അല്ല. മൈനസ് എന്താണ് കണ്ടുപിടിച്ചിട്ടുണ്ട് 60. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. നമ്മുടെ ആൻസർ 520 എന്ന് പറയാം. സ്പീഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോ ഇത് RRB NTPC തൊട്ട് മുന്നേ നടന്ന RRB NTPC എക്സാമിന് വന്ന ക്വസ്റ്റൻ ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റൻ വർക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റൻ ഇങ്ങനെയാണ്. ദ വാല്യൂ ഓഫ് എക്സ് ദാറ്റ് സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു ബി മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നിന്നുകൊണ്ട് എന്തിന്റെ വാല്യൂ കാണാനാ പറഞ്ഞിരിക്കുന്നത്? എക്സിന്റെ വാല്യൂ കാണാനാ പറഞ്ഞിരിക്കുന്നത്. എക്സിന്റെ വാല്യൂ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരി, വേറെ ഒന്നുമില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ RRB NTPC വന്നതാണ്. പക്ഷെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയോക്കെ, എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു ബി മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. അതിനകത്ത് നമുക്ക് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? എ മൈനസ് ബി എന്നുള്ള ഫോമിലല്ലേ കിടക്കുന്നത്? എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലല്ലേ കിടക്കുന്നത്? അതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാം. ശരി, വാ എക്സ്പാൻഡ് ചെയ്യാം. അതായത് x square plus a square equal to b minus x whole square, that is a minus b whole square, b square minus 2ab 2 into b into x plus b square, that is x square. ശരി, ഇതിനകത്ത് ഇവിടെയും എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട് അല്ലെ? ഇവിടെ രണ്ടെണ്ണം, അവിടെയും പോസിറ്റീവ് എക്സ് സ്ക്വയർ, ഇവിടെയും പോസിറ്റീവ് എക്സ് സ്ക്വയർ. ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി. ഇനി ബാക്കിയുള്ളത് പറ. ഈ മൈനസ് 2bx നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരാം. അപ്പൊ എന്താവും? 2bx എന്നായിട്ട് മാറും. ഇവിടെ ഓൾറെഡി ഒരു ബി സ്ക്വയർ ഉണ്ട്. ഈ എ സ്ക്വയർ റൈറ്റ് ഹാൻഡ് സൈഡ് വരുമ്പോൾ എന്താവും? മൈനസ് എ സ്ക്വയർ. വിഷയമില്ല. അപ്പൊ മൈനസ് ബി എക്സ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വന്നപ്പോൾ എന്തായി? പോസിറ്റീവ് ബി എക്സ് ആയിട്ട് മാറി. ഇവിടെ ഒരു ബി സ്ക്വയർ ഉണ്ട്. ഈ എ സ്ക്വയർ റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോൾ മൈനസ് എ സ്ക്വയർ ആയിട്ട് മാറി. നമുക്ക് ആവശ്യം എന്താണ്?
വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ് എന്നല്ല എക്സിന്റെ വാല്യൂ ഇല്ലേ കാണേണ്ടത്. എക്സ് ഈക്വൽ ടു നമുക്ക് പറയാം ദാറ്റ് ഈസ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2b എന്ന് പറയാൻ കിട്ടി. അടുത്തിന് എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട, ആൻസർ കിട്ടി. എന്താ ആൻസർ? ആൻസർ യെസ്, ഓപ്ഷൻ ഡി, ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2b. അപ്പോ വാല്യൂ ഓഫ് എക്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2b. അപ്പോ സിമ്പിൾ ആയിട്ട് ചെയ്തു വരാൻ പറ്റി. ഞാൻ ഇതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. എന്ത് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി? എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡന്റിറ്റി മാത്രം അറിഞ്ഞാൽ മതി. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റൻ വർക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റൻ. ഓക്കെ, അടുത്ത നല്ലൊരു ക്വസ്റ്റൻ ആണ്. RRB NDPC 2021 വന്ന ക്വസ്റ്റൻ ആണ്. If a square plus b square equal to 82 and ab equal to 9, find the value of a cube plus b cube. Find the value of a cube plus b cube. ശരി, അപ്പോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 82 തന്നിട്ടുണ്ട്, എ ബി എന്ന് പറഞ്ഞാൽ 9 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എത്രയാണടാ എന്നാണ് ക്വസ്റ്റ്യൻ. ശരി, അപ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യണം. നമ്മൾ നോക്കുക, നമുക്ക് ആവശ്യം എ ക്യൂബ് പ്ലസ് ബി ക്യൂബ്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, ചെറിയൊരു വ്യത്യാസമുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് മനസ്സിൽ കൊണ്ടുപോവാ. എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി എന്നാണ്. അപ്പൊ ഒന്നും കൂടെ എ പ്ലസ് ബി ഇൻറ്റു, നമുക്ക് എ പ്ലസ് ബി തന്നിട്ടില്ല, ബാക്കിയുള്ളതെല്ലാം ഉണ്ട്. നോക്ക്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി. ബാക്കിയുള്ള ഐറ്റംസ്, രണ്ടാമത്തെ ബ്രാക്കറ്റിനകത്തുള്ള എല്ലാ ഐറ്റവും നമ്മുടെ കയ്യിലുണ്ട്. ആദ്യത്തെ ബ്രാക്കറ്റിനകത്തുള്ള എ പ്ലസ് ബി ഇല്ല. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? എ പ്ലസ് ബി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? എ പ്ലസ് ബി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണെന്നുള്ള കാര്യം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ കൊണ്ടുപോകാം. ദാറ്റ് ഈസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്നല്ലേ പറയാമോ? ദാറ്റ് ഈസ് എ പ്ലസ്, അല്ലെങ്കിൽ ഇവിടെ തന്നെ പറയാം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് 82 പ്ലസ് 2ab 2 into 9 ദാറ്റ് ഈസ് 18. നമുക്ക് കിട്ടി 100 എന്ന് പറഞ്ഞു കിട്ടി. എന്താ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 ആണ്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 10 ആണ്. സെറ്റ് ആണ്. അപ്പൊ ഒന്നും കൂടെ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ 100 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10 ആയിരിക്കും. ഇനി എന്തെങ്കിലും വിഷയം ഉണ്ടോ? നമുക്ക് ഡയറക്റ്റ് പറയാം എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി എന്ന് പറയാം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി എന്ന് പറയാം. ശരി, ഇട്ടുകൊണ്ട് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 10 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 82 മൈനസ് എ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. കുഴപ്പമില്ല. അപ്പൊ ഒന്നും കൂടെ അപ്പൊ നമുക്കറിയാം എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 10 ആണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 82 ആണ്. മൈനസ് എന്താണ്? എ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 9 ആണ്. സെറ്റ് അല്ലേ? ശരി, മൾട്ടിപ്ലൈ ചെയ്ത് പറയാം. ദാറ്റ് ഈസ് 10 into 82 minus 9. 82 ൽ നിന്ന് 9 സബ്ട്രാക്ട് ചെയ്യും. 82 ൽ നിന്ന് 9 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 730 എന്ന് പറയുന്നത്. 73 എന്ന് പറയുന്നത്. 73 into 10 ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടും 730 എന്ന് പറയാം. 730 സെറ്റ് ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി 730. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോ അത്യാവശ്യം ഇതൊക്കെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കൊണ്ടുവരാൻ, പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. 100 എന്നൊക്കെ പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് 82 പ്ലസ് 100 ആണ്. അങ്ങനെയാണെങ്കിൽ 10 എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 10 നമുക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. പിന്നെ കുഴപ്പമൊന്നുമില്ല, ഡയറക്റ്റ് ഇക്വേഷൻ അതിട്ട് കൊടുക്കുക എന്നുള്ള വഴിയാണ്. ഇനി ഇതിനകത്ത് കുറച്ചുകൂടെ ഒന്ന് നമ്മുടെ മനസ്സിനെ ഒന്ന് ഷാർപ്പ് ചെയ്യാൻ പറ്റുന്നവർക്ക് വേറൊരു എളുപ്പവഴിയുടെ ഉണ്ട്. എളുപ്പവഴി എന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കിയാൽ മതി. ഏതോ 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 കിട്ടും. അതേ 2 നമ്പേഴ്സിന്റെ സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്യുമ്പോൾ 82 കിട്ടും. അപ്പൊ നമ്പേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് പറഞ്ഞു നോക്കാമോ? ഏതോ 2 നമ്പേഴ്സ് ഞാൻ പറയും 9 into 1 ആണെന്ന്. എ ബി 9 into 1 9. എ എന്ന് പറഞ്ഞാൽ 9, ബി എന്ന് പറഞ്ഞാൽ 1. എ സ്ക്വയർ 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81 പ്ലസ് 1 സ്ക്വയർ എത്രയാണ്? 1. 81 പ്ലസ് 1 82. അപ്പൊ നമുക്ക് പറയാം എയും ബി എന്ന് പറഞ്ഞാൽ 9 1 ആണ്. മനസ്സിൽ കിട്ടി. അതിനകത്ത് പെട്ടെന്ന് ഇട്ടോളൂ 9 ക്യൂബ് എന്ന് പറഞ്ഞാൽ 729 ആണ്. അതിന്റെ കൂടെ 1
ബിയുടെ ക്യൂബ് 1ന്റെ ക്യൂബ് ആഡ് ചെയ്യുമ്പോൾ കിട്ടും 730. പരിപാടി കഴിഞ്ഞു. ഓക്കെ ആണോ? അത് പക്ഷെ എപ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യണം നിർബന്ധമില്ല. ചിലപ്പോൾ അത് ഒരുപാട് സമയം ടൈം കൺസ്യൂമിംഗ് ആയിപ്പോകും. അപ്പോൾ മാക്സിമം സേഫ് ആയിട്ടുള്ള വേകളിൽ നമ്മൾ പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ അത്യാവശ്യം ഷാർപ്പ് ചെയ്ത് പിടിക്കാൻ പറ്റുന്നുള്ളവർക്ക് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത് ഇവിടെ വെച്ചുകൊണ്ടെങ്കിൽ പിടിക്കാം. ഏതോ 2 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ് എന്ത് 9 1 സിമ്പിൾ. അവിടെ കൂടെ ചെക്ക് ചെയ്ത് നോക്കണം. 9 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 82 കിട്ടുന്നുണ്ട് അല്ലെ? 82 കിട്ടുന്നുണ്ട്. അതേപോലെ 9 ക്യൂബ് പ്ലസ് 1 ക്യൂബ് 9 ക്യൂബിൽ 729 പ്ലസ് 1 കിട്ടി 730. അങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ ഞാൻ ആ ഒരു വഴി കൂടെ പറയുന്നേ ഉള്ളൂ. അത് എപ്പോഴും എല്ലാവർക്കും ഒക്കെ കിട്ടണമെന്ന് നിർബന്ധമില്ല. സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരി, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഇഫ് എ പ്ലസ് ബി ഈക്വൽ ടു 48 ആൻഡ് എ ബി ഈക്വൽ ടു 56, then what will be the value of a cube plus b cube? ഓക്കെ, അപ്പോ തന്നിട്ടുള്ള കാര്യം നമുക്ക് എ പ്ലസ് ബി അറിയാം, 48 തന്നിട്ടുണ്ട്. എ ബി തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 56 തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ട കാര്യം ദാറ്റ് ഇസ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരി, വീണ്ടും നമ്മുടെ മനസ്സിൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് ചെയ്താണ്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് നമുക്ക് വേണോ? നമ്മുടെ മനസ്സിൽ കൊണ്ടുപോവാ. എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി. എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി തന്നിട്ടുണ്ട്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഉണ്ടോ? ഇല്ല. എ ബി തന്നിട്ടുണ്ട്. അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. വഴിയുണ്ട്. ഇവനെ ഒന്ന് 2 സൈഡും ഒന്ന് സ്ക്വയർ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഐറ്റത്തിന് ഒന്ന് സ്ക്വയർ ചെയ്ത് കൊടുത്താൽ മതി. ആ സ്ക്വയർ ചെയ്യാം. എ പ്ലസ് ബി ഈക്വൽ ടു 40. 2 സൈഡും സ്ക്വയർ ചെയ്യുമ്പോൾ എ പ്ലസ് ബിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ഈക്വൽ ടു 48ന്റെ സ്ക്വയർ. 48ന്റെ സ്ക്വയർ നമുക്ക് പെട്ടെന്ന് പറയാം. 48ന്റെ സ്ക്വയർ നമ്മൾ പെട്ടെന്ന് പറയുകയും 4ന്റെ സ്ക്വയർ എത്രയാണ്? 16 ആണ്. 8ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64 ആണ്. ഇനി 4 into 8 ചെയ്യുമ്പോൾ 4 into 8 എന്ന് പറഞ്ഞാൽ 32 ആണ്. 32ന്റെ ഡബിൾ നമ്മൾ എടുക്കും. 32ന്റെ ഡബിൾ എടുക്കുമ്പോൾ എന്ത് കിട്ടും? 64 എന്ന് പറഞ്ഞ് കിട്ടും. ഇവിടെ എഴുതി കൊടുക്കുമ്പോൾ 4, ഇവിടെ 10 വരും. ഇവിടെ 6 plus 6 12, 12 plus 1 30. ഇവിടെ നമുക്ക് കിട്ടും 2304 എന്ന് പറഞ്ഞ് കിട്ടി. 2304 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, സ്ക്വയർ കാണുന്ന ഒരു എളുപ്പ വഴിയുടെ ഒരു ഷോർട്ട് വീഡിയോ, വെറും 1 മിനിറ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം. ഉടനടി തന്നെയാണ് കേട്ടോ. 2-3 ദിവസം ആയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. ഷോർട്ട് കട്ട് കാണുന്ന ഈ പറഞ്ഞ 2 ഡിജിറ്റ് വരുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ കാണുന്ന എളുപ്പ വഴി ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കാൻ നോക്കാം. ശരി, അപ്പൊ നമ്മൾ ഇതിന്റെ സ്ക്വയറും പറഞ്ഞു. ഇനി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ 2ab എ ബി തന്നിട്ടുണ്ട്, 56 തന്നിട്ടുണ്ട് അല്ലെ? ദാറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab 2 into 56 112 എന്ന് പറയും. ഈക്വൽ ടു 2304 എന്ന് പറയാം. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ പറയും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 2304 മൈനസ് 112. 4 minus 2 2. 10 ന്ന് 1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 9 ആണ്. ഇവിടെ ആണെങ്കിൽ 2 minus 1 എന്ന് പറഞ്ഞാൽ 1. നമുക്ക് കിട്ടും 2192 എന്ന് പറയുന്നത്. 2192 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് കിട്ടി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമുക്ക് കിട്ടി. നമുക്ക് ആവശ്യം എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ആണ്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി എന്നാണ്. സെറ്റ് ആയിട്ട് പറ. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 48 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 2192 മൈനസ് എ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 56. ഇതൊന്നും നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് പറയണം. 2192 മൈനസ് 56. 2192 മൈനസ് 56 ചെയ്യുമ്പോൾ 12 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 6 ആണ്. 8 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 3 ആണ്. 1 എഴുതി 2 എഴുതി. അതായത് 48 ഇൻറ്റു 2136 ചെയ്ത് നോക്കണം. 2136. അപ്പൊ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 2136 ഇൻറ്റു 48 ചെയ്യുമ്പോൾ 6 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 48 എന്ന് എഴുതി. 3 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 24 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 28 ആണ്. 1 ഇൻറ്റു 8 8 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 10 ആണ്. 2 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 16 പ്ലസ് 1 17 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 24. 2 ഇവിടെ എഴുതി. 4 ഇൻറ്റു 3 12 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 14 നമ്മൾ ഇവിടെ എഴുതി. 4 പ്ലസ് 1 ദാറ്റ് ഈസ് 5 8
12 4 12 ഇവിടെ ഓർമ്മയുണ്ടല്ലോ, that is 5. 7 plus 2 എന്ന് പറഞ്ഞാൽ 12 എഴുതി, ഇവിടെ എഴുതി 10 എഴുതി. നമുക്ക് കിട്ടി 1,02,528 എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 1,02,528. കുറച്ച് ലെങ്തി, കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ ഇതിനകത്ത് കയറി വരുന്നുണ്ട്. വാല്യൂസ് കുറച്ച് സിമ്പിൾ ആയിരുന്നെങ്കിൽ കുറച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സംഭവം ഒക്കെയാണ്. ഇത് RRB ഞാൻ ഇവിടെ എഴുതിയില്ല, RRB NTPCയുടെ ക്വസ്റ്റൻ ആണ് കേട്ടോ, RRB NTPCയുടെ ക്വസ്റ്റൻ ആണ്. അപ്പൊ മനസ്സിലാക്കി വെച്ചിരിക്കുക, നമ്മൾ ചെയ്ത സെറ്റപ്പ് ഒക്കെ തന്നെയാണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്നൊക്കെ നോക്കുക, അതിന് എവിടെയെങ്കിലും ഒക്കെ ഇട്ട് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. എവിടെയെങ്കിലും എന്നൊക്കെ അല്ല, മാക്സിമം ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. സെറ്റല്ലേ, കുഴപ്പമില്ല. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതല്ല, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയാം. അപ്പോ ഞാൻ ഈ ഒരു പാർട്ടിലുടനീളം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്ത്, ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള ഐഡന്റിറ്റീസ് നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാൻ അറിഞ്ഞിരിക്കണം. ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് പോലെ ആ ഒരു സ്പീഡിൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഐഡന്റിറ്റീസ് എല്ലാം നമ്മുടെ മനസ്സിൽ ഓടണം. ഓടി വരണം. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താം. ഇനി നമുക്ക് ഇതിനായിട്ട് ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുക്കണം. എടാ, ഇതിനെ എങ്ങോട്ട്, ഏത് റൂട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോകണം എന്നുള്ളൊരു ഡിസിഷൻ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കത്തണം. അതിനെന്തറിഞ്ഞിരിക്കണം, നമ്മുടെ ഈ പറയുന്ന ബേസിക് ഐഡന്റിറ്റീസ് സ്ട്രോങ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ കുറിക്കണം. ഓൾജിബ്ര എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓൾജിബ്രയുടെ പാർട്ട് 1 ആണ്. എഴുതി വരണം. ഐഡന്റിറ്റീസ് എല്ലാം നല്ല ബോക്സിൽ നമ്മൾ വരച്ച് സെറ്റ് ചെയ്തങ്ങ് വെക്കണം. സെറ്റ് ചെയ്ത് വെച്ചാൽ പോരാ, പഠിക്കണം. ക്വസ്റ്റ്യൻസ് അത്രയും, ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് അത്രയും നമ്മൾ നോട്ട് ചെയ്യുന്നു. പക്കയായിട്ട് പഠിച്ചങ്ങ് മാറ്റി. സെറ്റല്ലേ? അപ്പോ നമുക്ക് ഓൾജിബ്രയുടെ അടുത്ത പാർട്ടിൽ കാണാം. അതേപോലെ നമ്മൾ ഇതിനോടൊപ്പം നമ്മൾ എന്തും കൂടെ പഠിച്ചു വരുന്നുണ്ട്. ട്രിഗണോമെട്രി എന്ന് പറയുന്ന ടോപ്പിക് കൂടെ പഠിച്ചുകൊണ്ട് വരുന്നുണ്ട്. നമ്മുടെ ചാനലിൽ അതിന്റെ വീഡിയോസും ഉടനെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓൾജിബ്രയും ട്രിഗണോമെട്രിയും മാറി വീഡിയോസ് വരും. അപ്പൊ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ടോപ്പിക്കുകൾ അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. നമുക്ക് ആ ഒരു ടോപ്പിക് കൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇതിനോടൊപ്പം നമുക്ക് പാരലായിട്ട് പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.